Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kallarakal's Gold Park, Payyannur. White House, National Highway, Chiruvuttur and Chullikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചെറുപുഴ കല്ലങ്കോട് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ തൽക്ഷണം മരിച്ചു. ആലക്കോട് മാറത്താനിയിലെ ഞാറ്റുതൊട്ടിയിൽ സോമൻ എന്ന ജോസഫ് ആണ് മരിച്ചത്. 10 കോടി രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ കുപ്പം എരിപുരം റോഡ് ഉദ്ഘാടനം ഏഴോം നരീക്കോട് നടന്നു. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തെയ്യങ്ങൾക്ക് മ്യൂസിയം ഒരുങ്ങുന്നു. ശിലാസ്ഥാപനം തുറമുഖ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ സ്നേഹ പലിയേരിയും സന്തോഷ് മണ്ടൂരും. കരിവെള്ളൂർ പാലക്കുന്നിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം. 10,000 രൂപയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും മോഷണം പോയി. വിശദമായ വാർത്തകളിലേക്ക്. ചെറുപുഴ കല്ലങ്കോട് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ തൽക്ഷണം മരിച്ചു. ആലക്കോട് മാറത്താനിയിലെ ഞാറ്റുതൊട്ടിയിൽ സോമൻ എന്ന ജോസഫ് ആണ് മരിച്ചത്. വൈകുന്നേരം 4:15ഓടെയാണ് സംഭവം. മരണപ്പെട്ട സോമൻ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കാറിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോയിൽ ജോസഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. റിക്ഷയ്ക്കുള്ളിൽ കുടുങ്ങിയ ജോസഫിനെ പെരിങ്ങോത്ത് നിന്നെത്തിയ അഗ്നിശമന സേനയും ചെറുപുഴ ആലക്കോട് പോലീസും ചേർന്ന് കമ്പി മുറിച്ചുമാറ്റിയ ശേഷമാണ് പുറത്തെടുത്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സോമൻ മരണപ്പെട്ടിരുന്നു. സംഭവമറിഞ്ഞ് സമീപവാസികൾ ഓടിയെത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഓട്ടോറിക്ഷ തുണികൊണ്ട് മൂടുകയും ചെയ്തു. ആലക്കോട് സഹകരണ ആശുപത്രിയിലെ മുൻ നഴ്സ് റോസമ്മയാണ് ഭാര്യ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ₹10 കോടി ചെലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ കുപ്പം എരിപുരം റോഡ് ഉദ്ഘാടനം ഏഴോം നരീക്കോട് നടന്നു. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡുണ്ടാകുന്ന പാലം തുടങ്ങി വിവിധ കാര്യങ്ങൾ നടത്തുകയാണ്. അത്ഭുതപൂർവമായ മുന്നേറ്റം കേരളത്തിൽ ഉടനീളം. അതനുബന്ധമായി വളരെ ശ്രദ്ധേയമായ നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനം നടക്കുന്ന 2016-17 കാലഘട്ടത്തിലാണ് കുപ്പം എരിപുരം റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൽ നിന്നും 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചത്. പേരാവൂരിലെ KK ബിൽഡേഴ്സാണ് 18 മാസത്തെ കാലാവധിയിൽ പ്രവൃത്തി പൂർത്തിയാക്കിയത്. ആകെ 10 കിലോമീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലുമുള്ള റോഡിന് 5.50 മീറ്റർ വീതിയിലാണ് ടാറിംഗ് പൂർത്തീകരിച്ചത്. ആവശ്യമായ സ്ഥലങ്ങളിൽ കയറ്റം കുറയ്ക്കുകയും വെള്ളക്കെട്ടുള്ള ഭാഗങ്ങൾ ഉയർത്തുകയും ആവശ്യമായ ഇടങ്ങളിൽ കോൺക്രീറ്റ് ഓവുചാലുകളും നടപ്പാതകളും നിർമ്മിക്കാനുമായിരുന്നു കരാർ. റോഡ് സുരക്ഷയ്ക്കായി റിഫ്ലക്റ്റീവ് സ്റ്റഡുകളും റിഫ്ലക്റ്റീവ് റോഡ് മാർക്കിംഗ് സ്ഥലസൂചികാ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പഴയങ്ങാടിയിലെയും തളിപ്പറമ്പിലെയും യാത്രക്കാർക്ക് ഗതാഗതം സുഗമമാക്കാൻ റോഡ് ഏറെ ഗുണകരമാണ്. നരീക്കോട് യുവചേതന ക്ലബ്ബ് പരിസരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ TV രാജേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഏഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D വിമല, R അജിത, KP കമല, SV അബ്ദുൾ റഷീദ്, OV നാരായണൻ, KV ശശി, പ്രവീൺ K തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തെയ്യങ്ങൾക്ക് മ്യൂസിയം ഒരുങ്ങുന്നു. ശിലാസ്ഥാപനം തുറമുഖ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. വിപുലമായ പദ്ധതികളോടെയാണ് മ്യൂസിയം ഒരുങ്ങുന്നത്.
വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപവും ദൃശ്യവിസ്മയവുമായ തെയ്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായിട്ടാണ് തെയ്യം മ്യൂസിയം സ്ഥാപിക്കുന്നത്. മ്യൂസിയത്തിനായി ചന്തപ്പുര മാങ്ങാട്ടുമുട്ടയിൽ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് പൊതുമരാമത്ത് വകുപ്പ് 90 സെന്റ് സ്ഥലം വിട്ടുനൽകിയിരുന്നു. തെയ്യമെന്ന അനുഷ്ഠാന കലയെ തനിമ ചോരാതെ സംരക്ഷിക്കുന്നതിനും ഗവേഷണത്തിനും പഠനത്തിനുമായി ഡോക്യുമെന്റ് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. തെയ്യം തോറ്റംപാട്ടുകളുടെ ശേഖരണം, ചായങ്ങൾ, മുഖത്തെഴുത്ത്, അണിയലം, തെയ്യം ശില്പങ്ങൾ, 3D ഷോ എന്നിവ ഇതിന്റെ ഭാഗമായി ഒരുക്കും. തെയ്യത്തിന്റെ വിശ്വാസപരവും അനുഷ്ഠാനപരവും ഭൗതികവുമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വയ്ക്കുന്ന ഉത്തര മലബാറിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വിവരശേഖരണ വിനിമയ സാംസ്കാരിക കേന്ദ്രമായി, നാടിന്റെ മഹത്തായ ചരിത്ര അനുഭവത്തിന്റെ അടയാളമായി ഒരു സ്ഥാപനം. ഈ നിലയിലാണ് തെയ്യം മ്യൂസിയം വിഭാവനം ചെയ്തിട്ടുള്ളത്. കോലക്കാരും കോലധാരികളും തെയ്യക്കാരനും അക്കാദമിക പണ്ഡിതന്മാരും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടായിരിക്കും ഇതിന്റെ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുക. മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനം പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ്. തെയ്യമെന്ന അനുഷ്ഠാന കലയെ അനുഷ്ഠാന കലയായി തന്നെ നിലനിർത്തിക്കൊണ്ടാവും മ്യൂസിയത്തിന്റെ പ്രവർത്തനമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. തെയ്യത്തിന്റെ അനുഷ്ഠാന കലയെക്കുറിച്ചുള്ള വേണ്ട രീതിയിൽ അവബോധമുള്ളവരാണ് എന്നെനിക്കറിയാം. തെയ്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ്. ഓരോ ക്ഷേത്രത്തിൽ നടത്തുന്ന തെയ്യം, ആ തെയ്യങ്ങളുടെ ആവിഷ്കാരം ഇതെല്ലാം അങ്ങനെ ഒരു അനുഷ്ഠാന കലയായി ജീവിത സാഹചര്യങ്ങളോടനുബന്ധമായി ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും കർമ്മബോധം കൊണ്ട് ഉത്കൃഷ്ടമായ നിലയിൽ ആചരിക്കപ്പെടുന്നതാണ് തെയ്യം എന്നതിനെക്കുറിച്ച് ഒരു മുഖവരി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ അതിവിശിഷ്ടമായ ഈ അനുഷ്ഠാന കലയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായ തെയ്യത്തിന്റെ നൈസർഗികമായ ഭാവങ്ങൾക്ക് കോട്ടം തട്ടാതെ അതിനെ സംരക്ഷിച്ച് നിലനിർത്താൻ പുരാവസ്തു വകുപ്പ് ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ ടി വി രാജേഷ് MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ, മ്യൂസിയം ഡയറക്ടർ അബു S തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കരിവെള്ളൂർ പാലക്കുന്നിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം. 10,000 രൂപയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും മോഷണം പോയി. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയ്ക്കരികിൽ പാലക്കുന്നിലെ പഴയ നവരത്ന ഹോട്ടലിന് എതിർവശത്തെ P അച്യുതന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അച്യുതനും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസം. കഴിഞ്ഞ ദിവസം ഇവർ വീട് പൂട്ടിയിട്ട് മംഗലാപുരത്ത് താമസിക്കുന്ന മകന്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി തിരിച്ചറിഞ്ഞത്. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അലമാരകളുടെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയതായി കാണപ്പെട്ടു. പിന്നെ ആളില്ലാത്ത ഇനിയിപ്പോ ആളുണ്ടായിട്ട് ഇനിയിപ്പോ ഞാൻ പറ്റിച്ചല്ല. ആളുണ്ടായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. 10,000 രൂപയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും സ്വർണമെന്ന് തെറ്റിദ്ധരിച്ച് മുക്കുപണ്ടങ്ങളും മോഷണം പോയതായാണ് വീട്ടുകാർ പറയുന്നത്. ചൊവ്വാഴ്ച ഒരു 3 മണിക്ക് മംഗലാപുരത്തേക്ക് പോയതാ. തിരിച്ചിന്ന് രാവിലെ വന്നതാ. 9:15 ആകുമ്പോഴേക്കെത്തുമ്പോൾ ഇവിടെ 2 ഡോറും മലക്ക് തുറന്നിട്ടുണ്ടായിരുന്നേ. ഗേറ്റ് പൂട്ടിയതുപോലെ ഉണ്ടായി. വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ലോക്ക് എല്ലാം കബോർഡും എല്ലാം പൊളിച്ച് പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2ാം തവണയും കരിവെള്ളൂർ സ്വദേശി സ്നേഹ പലിയേരിക്ക്. ലില്ലി എന്ന ചിത്രത്തിലൂടെയാണ് ഇത്തവണ സ്നേഹയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ്. തുടർച്ചയായി 2ാം തവണയാണ് സ്നേഹയെ തേടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. 2017 ഈട എന്ന ചിത്രത്തിൽ കണ്ണൂർ ശൈലിയിൽ നിമിഷ സജയന് ശബ്ദം നൽകിയപ്പോഴായിരുന്നു ആദ്യ അവാർഡ് ലഭിച്ചത്.
തുടർന്ന് കണ്ണൂരിലെ തന്നെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ പിറന്ന ലില്ലിയിലൂടെ രണ്ടാമത്തെ അവാർഡും സ്നേഹയെ തേടിയെത്തി. അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷവും സ്നേഹ മറച്ചുവെച്ചില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്, നല്ല ഹാപ്പിയാണ്. എന്താ പറയുക, എല്ലാവരുടെയും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഫ്രണ്ട്സിൻ്റെയും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഗുരുക്കന്മാരുടെ എല്ലാവരുടെ അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സപ്പോർട്ടിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് കാണുന്നത്. നല്ല സന്തോഷമുണ്ട്, ഭയങ്കര ത്രില്ലിലാണ്. സ്കൂൾ കലോത്സവ വേദികളിലും സ്നേഹ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അവാർഡ് ലഭിച്ചതറിഞ്ഞതോടെ ഏറെ ആഹ്ലാദത്തിലാണ് സ്നേഹയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും. മധുരം നൽകിയും കേക്ക് മുറിച്ചും അവർ സന്തോഷം പങ്കിട്ടു. ആദ്യ സിനിമയിൽ തന്നെ സംസ്ഥാന പുരസ്കാര തിളക്കത്തിൽ സന്തോഷ് മണ്ടൂർ. ഇദ്ദേഹം കഥയും തിരക്കഥയും ഒരുക്കി നിർമ്മിച്ച പനി എന്ന ചിത്രമാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായത്. തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ നൂറ്റാണ്ടുകളായി നിലനിന്നുവരുന്ന അസുഖമുള്ള വൃദ്ധരായ അച്ഛനെ മക്കൾ വധിക്കുന്ന തലൈക്കൂത്തൽ എന്ന ആചാരത്തെ പ്രമേയമാക്കിയാണ് സിനിമ. സ്വന്തം നാട്ടുകാരനും ബന്ധുവുമായ കഴിഞ്ഞ ദിവസം അന്തരിച്ച ഡയറക്ടർ പി ഗോവിന്ദന്റെ ഊരുവിലക്ക് എന്ന സിനിമയിൽ സംവിധാന സഹായിയായാണ് സന്തോഷിന്റെ തുടക്കം. തുടർന്ന് ജയരാജ്, മധു കൈതപ്പുറം, MG ശശി, അശോക് ആർനാഥ് തുടങ്ങിയവരുടെ സിനിമകളിൽ സഹസംവിധായകനായും കൗസ്തുഭം സിനിമയുടെ ഡയറക്ടറായും 12-ൽ പരം സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ലോസ്റ്റ് സ്പേസ് അടക്കം 3 ഷോർട്ട് ഫിലിമുകളും നിരവധി ഡോക്യുമെന്ററികളും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. പനി എന്ന എൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ജൂറിയുടെ പ്രത്യേക പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഇങ്ങനൊരു അവാർഡ് കിട്ടിയത്, അതും ആദ്യ സിനിമയിൽ തന്നെ. തീർച്ചയായും എല്ലാ ജൂറി അംഗങ്ങൾക്കും അതുപോലെ ജൂറി ചെയർമാനും എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മണ്ടൂരിലെ പരേതനായ VP കുഞ്ഞിരാമൻ്റെയും VP കാർത്തികാരാമൻ്റെയും മകനാണ്. PWD കണ്ണൂർ ഡിവിഷൻ ജീവനക്കാരി അനുപമയാണ് ഭാര്യ. ശ്രദ്ധ S. രാമൻ, സിദ്ധാർത്ഥ S. രാമൻ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. 1977-78 SSLC കൂട്ടായ്മ പത്തായം 78 നൽകിയ ഡിജിറ്റൽ ലൈബ്രറി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇത്തരമൊരു സംവിധാനം ഒരുക്കാൻ നേതൃത്വം കൊടുത്തവരെല്ലാം തന്നെ ഞാനിവിടെ അഭിനന്ദിക്കാം. കഴിഞ്ഞ വർഷമാണ് ഇവിടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഡിജിറ്റൽ ലൈബ്രറിയുടെ കാര്യം പ്രഖ്യാപിക്കുന്നത്. ലൈബ്രറി അത്യാവശ്യമാണ്. വർത്തമാനകാലത്ത് ഒരു പട്ടണം നടത്തിയ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഉപകരണങ്ങൾ കൊണ്ട് നടക്കുന്ന പുതിയ തലമുറയും പഴയ തലമുറയും അക്ഷരങ്ങൾക്ക് തന്നെ കടന്നുപോകുന്നതായിട്ട് അക്ഷരം വിസ്തരിച്ചുകൂടാ. അക്ഷരങ്ങളും വാക്കുകളും അതിൽ കൂടി ഉന്നീതമാക്കപ്പെടുന്ന ഒരു ആത്മനിർവൃതിയും അനുഭൂതിയും അനുഭവങ്ങളും ഒരു സാങ്കേതിക ഭൗതികത കൊണ്ടും കിട്ടില്ല. മഹാത്മാഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിക്കാം. ഏത് ഭൗതിക ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ മനുഷ്യൻ്റെ ബൗദ്ധികതയെയും ശാരീരികമായ കഴിവുകളെയും നിഷ്ക്രിയമാക്കുന്നതൊന്നും ചെയ്യരുത് എന്ന് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. 1977-78 ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ SSLC വിദ്യാർത്ഥി കൂട്ടായ്മയാണ് പത്തായം 78. 1.5 വർഷം മുൻപ് രൂപീകരിച്ച ഈ കൂട്ടായ്മ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് തങ്ങൾ പഠിച്ച വിദ്യാലയത്തിന് മികച്ച ലൈബ്രറിയുടെ അഭാവം തിരിച്ചറിഞ്ഞ് ആധുനിക സൗകര്യങ്ങളോടുകൂടി ലൈബ്രറി നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. എല്ലാവരും ഒരുമിച്ചപ്പോൾ അത് യാഥാർത്ഥ്യമായി. പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള മികച്ച സൗകര്യങ്ങളോടെ നിർമ്മിച്ച ലൈബ്രറി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കവൽ, പത്തായം ചെയർമാൻ AV ശശികുമാർ, P സുരേശൻ,
TS രാമചന്ദ്രൻ, NK ശോഭന, ശ്രീകല, M സുരേഷ്, CV ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി ഡിസൈൻ ചെയ്ത TCV ദിനേശനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1977-78 SSLC കൂട്ടായ്മയായ പത്തായം 78 സ്കൂളിലേക്ക് ഡിജിറ്റൽ ലൈബ്രറി സമ്മാനിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലമായത്. 1977-78 SSLC ബാച്ചിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്കായി ഡിജിറ്റൽ ലൈബ്രറി സമ്മാനിച്ചിരിക്കുന്നത്. തങ്ങൾ പഠിച്ച സ്കൂളിനോടുള്ള ആദരവുമെല്ലാം പ്രകടമാക്കുന്ന തരത്തിലാണ് ഇവർ ഈ സംരംഭം യാഥാർത്ഥ്യമാക്കിയത്. അക്കാലത്ത് വായനക്കായി പ്രത്യേക ലൈബ്രറികളോ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. സ്കൂളിലെ ഒരു മുറിയിൽ പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തങ്ങൾക്ക് കിട്ടാതിരുന്ന സൗകര്യമാണ് ഇപ്പോൾ സ്കൂളിൽ 3.5 ലക്ഷം രൂപ മുടക്കി കുട്ടികൾക്കായി ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഡിജിറ്റൽ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. 2 വർഷം മുമ്പ് നടന്ന പത്തായം 78 പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് ഈ രീതിയിലുള്ള സമ്മാനം സ്കൂളിന് നൽകണമെന്ന ആശയം ഉരുത്തിരിഞ്ഞത്. അങ്ങനെ അംഗങ്ങളെല്ലാം ഒത്തുകൂടി തങ്ങൾ പഠിച്ച സ്കൂളിന് ഡിജിറ്റൽ ലൈബ്രറിയും ഒരുക്കി. 12,000-ഓളം പുസ്തകങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് സ്റ്റീൽ അലമാരയും LED TV, പ്രൊജക്ടർ, കമ്പ്യൂട്ടർ അനുബന്ധ സംവിധാനങ്ങളെല്ലാം കൊണ്ടും സ്കൂൾ ഹൈടെക് ആക്കുന്ന രീതിയിലാണ് പത്തായം 78 സംഘാടകർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ലൈബ്രറിയുടെ ചുമരിൽ നിരവധി പ്രമുഖരുടെ ഫോട്ടോകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏറെക്കാലത്തെ ആഗ്രഹമാണിവിടെ യാഥാർത്ഥ്യമായതെന്നാണ് പത്തായം 78 ചെയർമാൻ കൂടിയായ AV ശശികുമാർ പറഞ്ഞത്. ഇത് ഭാവി തലമുറകൾക്ക് ഉപകാരപ്രദമാവുന്ന 12,000-ഓളം പുസ്തകങ്ങളാണ് ഈ ലൈബ്രറി ഒരുക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനത്തോടുകൂടിയുള്ള പ്രൊജക്ടർ ഇനി വരുന്ന തലമുറകൾക്ക് ഏത് രീതിയിലൊക്കെ ഉപകാരപ്രദമാകും ആ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ലൈബ്രറി നിർമ്മിച്ചത്. ആ നിർമ്മാണത്തിന് ഏകദേശം നമ്മൾ 3.5 ലക്ഷം രൂപയുടെ കൂടുതൽ ചിലവഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ കുട്ടികൾക്ക് ഇനിയും എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുമോ അത് ഇന്ന് ആധുനിക രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണം കൂടി നമ്മുടെ ഈ ഡിജിറ്റൽ സംവിധാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇനിയും നിരവധി പദ്ധതികൾ സ്കൂളിലേക്കായി ആസൂത്രണം ചെയ്തു വരുന്നതായും സംഘാടകർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ചെറുകുന്ന് താവം ദേവിവിലാസം LP സ്കൂൾ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മാർച്ച് 1 സ്കൂൾ പരിസരത്ത് നടക്കും. TV രാജേഷ് MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആയിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ താവം ദേവിവിലാസം LP സ്കൂൾ നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം പണിയുന്നത്. പുതിയ അധ്യയന വർഷം മുതൽ താവം ദേവിവിലാസം LP സ്കൂൾ ഹൈടെക്കായി മാറും. സ്കൂൾ മാനേജ്മെന്റും PTA-യും സ്കൂൾ വികസന സമിതിയും കേരള സർക്കാരിന്റെ സഹകരണത്തോടു കൂടിയാണ് സ്കൂൾ ഹൈടെക്കാക്കി മാറ്റുന്നത്. സ്കൂളിൽ പുതിയ കെട്ടിടം പണിയുന്നതോടൊപ്പം തന്നെ 1-ാം ക്ലാസ് മുതൽ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. മികച്ച ലൈബ്രറിയും സ്കൂളിൽ ഒരുക്കും. പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മാർച്ച് 1 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് TV രാജേഷ് MLA നിർവഹിക്കും. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഹസൻ കുഞ്ഞി മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം അൻസാരി തില്ലങ്കേരി തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. 85 വർഷം പൂർത്തിയാവുകയാണ്. 1934 സ്ഥാപിതമായ ഈ വിദ്യാലയം പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കാലപ്പഴക്കം കൊണ്ട് കെട്ടിടം പുനർനിർമ്മിക്കാൻ PTA-യും മറ്റ് മാനേജ്മെന്റും തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി ശിലാസ്ഥാപനം മാർച്ച് 1 വെള്ളിയാഴ്ച 2 മണിക്ക് ബഹുമാനപ്പെട്ട MLA ശ്രീ TV രാജേഷ് പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ സ്കൂൾ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. രാജ്യത്തെ 15,000 കേന്ദ്രങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മഹാസംവാദ് വീഡിയോ കോൺഫറൻസ് നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് പരിഹാരം കാണുന്നതിനുമായാണ് മഹാസംവാദ് സംഘടിപ്പിക്കുന്നത്.
പ്രധാനമന്ത്രിയുടെ മഹാസംവാദിന്റെ ഭാഗം 12 മണി മുതൽ 2 മണി വരെ ചെറുപുഴ NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് വീഡിയോ കോൺഫറൻസ് നടന്നു. പയ്യന്നൂർ നിയോജക മണ്ഡലം ഭാരവാഹികളായ തമ്പാൻ തവിടിശ്ശേരി, MK മുരളി, ഗംഗാധരൻ കാളീശ്വരം, രാജു ചുണ്ട, മോഹനൻ പാലങ്ങാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഒരു കൈത്തൊഴിൽ കയ്യിൽ വേണം എന്ന് പഴമക്കാർ പറയാറുണ്ട്. മാറുന്ന കാലഘട്ടത്തിൽ ഇതിനെന്ത് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ദേശീയ നൈപുണി ചട്ടക്കൂട് തയ്യാറാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിൽ രൂപം നൽകിയ NSSQF ഈ വർഷം കേരളത്തിലെ VHSU സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിശീലന പദ്ധതി നടപ്പാക്കി വരുന്നത്. ഒരു കൈത്തൊഴിൽ കയ്യിൽ വേണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. മാറുന്ന കാലഘട്ടത്തിൽ ഇതിനെന്ത് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ദേശീയ നൈപുണി ചട്ടക്കൂട് തയ്യാറാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിൽ രൂപം നൽകിയ NSQF ഈ വർഷം കേരളത്തിലെ 389 VHSE സ്കൂളുകളിൽ 66 സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിശീലന പദ്ധതി നടന്നുവരുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആകെ 2 വിദ്യാലയങ്ങൾക്കാണ് പൊതുമേഖലാ സ്ഥാപനമായ BSNLുമായി സഹകരിച്ച് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ കോഴ്സിൽ പ്രായോഗികമായ പരിശീലനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തലശ്ശേരി, കതിരൂർ ഗവൺമെന്റ് HSSലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും. കേരള സർക്കാർ ഏകീകരിച്ച പാഠ്യപദ്ധതിയിൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കോഴ്സുകൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. 66 സ്കൂളുകളിൽ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലയെ ഉൾപ്പെട്ടിട്ടുള്ള പയ്യന്നൂർ റീജിയണിൽ 2 സ്കൂളുകളിലാണ് OFT ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ എന്നുള്ള കോഴ്സുള്ളത്. അത് തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും. ഇവിടെ തൃക്കരിപ്പൂർ സ്കൂളിൽ 4 NSQF ബേസ്ഡ് കോഴ്സുകളുണ്ട്. 2 കോഴ്സുകൾ അഗ്രികൾച്ചറിൻ്റെ ബേസിൽ വരുന്നതും മറ്റ് 2 ഒന്ന് OFT, മറ്റേത് ITCP. ഈ 4 കോഴ്സുകളാണ് തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലുള്ളത്. ഇതിനായി 12 ജോബ് റോൾ അനുവദിച്ചിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ പെരിഫറൽ, അഗ്രികൾച്ചർ വിഭാഗത്തിൽ മൈക്രോ ഇറിഗേഷൻ ടെക്നോളജി, ഗാർഡനർ എന്നീ 4 കോഴ്സുകളാണ് ഉത്തര മലബാറിലെ സ്കൂളുകളിൽ പൈലറ്റ് പ്രൊജക്റ്റായി നടപ്പാക്കിയിട്ടുള്ളത്. 2020ഓടുകൂടി ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാകുന്ന കുട്ടികൾ NSQF ലെവലിലുള്ള ആ സർട്ടിഫിക്കറ്റ് നേടിയ കുട്ടികൾക്ക് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം തന്നെ NSQF നടപ്പിലാക്കിയിട്ടുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ ഇതിൽ വളരെ പ്രാധാന്യമേറിയത് ടെലികോം മേഖലയിലെ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ എന്ന തൊഴിലധിഷ്ഠിത കോഴ്സാണ്. പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ കണ്ണൂർ SSAക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 18 വിദ്യാർത്ഥികളും കതിരൂർ ഗവൺമെന്റ് HSSലെ 29 വിദ്യാർത്ഥികളുമാണ് കേബിൾ ജോയിൻ ചെയ്യുന്നതിലുള്ള പ്രായോഗിക പരിശീലനവും ഓൺ ജോബ് പരിശീലനവും നേടിയിട്ടുള്ളത്. BSNLന്റെ കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മൾക്ക് OFT കുട്ടികൾക്ക് BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിലായിട്ടാണ് അവർക്ക് പരിശീലനം ലഭിച്ചിട്ടുള്ളത്. അവരുടെ ഫീൽഡിലുമാണ് അവർക്ക് പ്രായോഗിക പരിശീലനം ലഭിച്ചത്. വരും വർഷത്തിൽ സെക്കൻഡ് ഇയറിലും അത് തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പരിശീലനം. അത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹയർ കോഴ്സുകൾ BSNL തന്നെ നടത്തുന്നുണ്ട്. NSQFന്റെ നേതൃത്വത്തിലുള്ള പൈലറ്റ് പ്രൊജക്റ്റായാണ് കേരളത്തിലെ 66 സ്കൂളുകളിൽ ഇത്തരത്തിൽ ജോബ് റോൾ നൽകി സിലബസ് തയ്യാറാക്കി വിദ്യാർത്ഥികളെ സജ്ജരാക്കിയത്. ആഴ്ചകളായി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശീലനങ്ങൾക്ക് BSNL പ്രസരണ വിഭാഗം ഡിവിഷണൽ എഞ്ചിനീയർ KV മനോജ് കുമാർ, സബ് ഡിവിഷണൽ എഞ്ചിനീയർ MV രമേശൻ, ജൂനിയർ ടെലികോം ഓഫീസർമാരായ A വിനയകുമാർ, C രാഗേഷ്, K സതീശൻ, T സുരേശൻ, സാങ്കേതിക പരിശീലകരായ C പ്രേമൻ, VP അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലെ OFT വിഭാഗം അധ്യാപകരായ V സുശീല, M സുഭാഷ്, KP ഷൈജു എന്നിവരാണ് വിദ്യാർത്ഥികളുടെ മേൽനോട്ടം വഹിച്ചത്. സ്കൂൾ അധ്യയന വർഷം അവസാനിക്കുമ്പോഴേക്കും പഠന പ്രായോഗിക പരിശീലനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്ക രക്ഷിതാക്കളിൽ നിലനിന്നിരുന്നു. എന്നാൽ BSNLുമായി ഉണ്ടാക്കിയ കരാറിലൂടെ ഈ വർഷം ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഉത്തര മലബാറിലെ വിദ്യാർത്ഥികൾ. 2020ഓടെ കേന്ദ്ര സർക്കാരിന് കീഴിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിലെടുക്കാൻ NSQF സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ കടപ്പുറം പാണ്ഡ്യാല പോർട്ട് ജനകീയ ടൂറിസം പദ്ധതി ടൂറിസം ഉത്സവ് 2019 സംഘടിപ്പിക്കുന്നു. മാർച്ച് 1 മുതൽ മെയ് 31 വരെ നടക്കുന്ന ടൂറിസം ഉത്സവത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 1 നടക്കും.
കേരള സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷനിൽ രജിസ്റ്റർ ചെയ്ത് രൂപീകൃതമായ ഉത്തര മലബാറിലെ ആദ്യ ജനകീയ ടൂറിസം പദ്ധതി പാണ്ഡ്യാല പോർട്ട് മാർച്ച് 1 മുതൽ മെയ് 31 വരെ 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂറിസം ഉത്സവം സംഘടിപ്പിക്കുന്നു. മാർച്ച് 1 രാവിലെ 10 മണിക്ക് തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കയാക്കിംഗ് നീന്തൽ പ്രതിഭ സ്വാലിഹിയുടെ കയാക്കിംഗ് നീന്തൽ പ്രകടനം നടക്കും. പ്രശസ്ത TV ചാനൽ കുക്കറി താരം സുമ അജിത്ത് അവതരിപ്പിക്കുന്ന കുക്കറി ഷോ, പാണ്ഡ്യാല പോർട്ടുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവിധ ഉത്തരവാദിത്ത ടൂറിസം യൂണിറ്റുകളുടെ ഉൽപ്പന്ന പ്രദർശനവും വിൽപ്പനയും, കൗവായിക്കായലിൽ കയാക്കിംഗ്, ബോട്ടിംഗ്, വിനോദസഞ്ചാരം, പ്രാണിക് ഹീലിംഗ് പരിശീലനവും പ്രാഥമിക ചികിത്സയും, ബീച്ചിൽ പട്ടം പറത്തൽ, കുതിരസവാരി, സെൽഫി, ക്യാമ്പ് ഫയർ എന്നിവ നടക്കും. വൈകിട്ട് 4 മണിക്ക് സാംസ്കാരിക സായാഹ്നം ഫിലിം നിർമ്മാതാവും താരവുമായ ബാബു TV ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ V ജയരാജൻ മുഖ്യാതിഥിയാകും. തുടർന്ന് തൃക്കരിപ്പൂർ കടപ്പുറം പ്രദേശത്തെ വനിതകൾ അവതരിപ്പിക്കുന്ന തിരുവാതിര അരങ്ങേറും. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് വിഭവസമൃദ്ധമായ കായൽ കടൽ രുചികളോടെയുള്ള കേരള വെജിറ്റേറിയൻ ഉച്ചയൂണ്, വൈകിട്ട് ടീ സ്നാക്സ്, താമസത്തിന് ഹോം സ്റ്റേ സൗകര്യം, ടെന്റ് സ്റ്റേയും ഒരുക്കുമെന്നും സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പാണ്ഡ്യാല പോർട്ടിന്റെ ഈ കീഴില് ജനകീയ ടൂറിസം സംരംഭമായിട്ട് പാണ്ഡ്യാല പോർട്ടിന്റെ കീഴിൽ ഒരു ടൂറിസം ഉത്സവം, ഇപ്പോൾ ടൂറിസം സീസണാണിത്. ആ ടൂറിസം ഉത്സവം 2019 സംഘടിപ്പിക്കുകയാണ്. മാർച്ച് 1 ഉദ്ഘാടനം ചെയ്ത് 3 മാസക്കാലം, മാർച്ച്, ഏപ്രിൽ, മെയ് 31 വരെ നടക്കുന്ന 3 മാസക്കാലത്തേക്കാണ് ഈ ടൂറിസം ഉത്സവം 2019 വരുന്നത്. അപ്പം അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് മാർച്ച് 1 രാവിലെ 10 മണിക്ക് നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലം MLA ബഹുമാന്യനായ ശ്രീ M രാജഗോപാലൻ അവർകളാണ്. അദ്ദേഹം രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. അത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ജനകീയ ടൂറിസം ഏറ്റവും വലിയ മെച്ചമെന്ന് പറഞ്ഞാൽ ഈ പാണ്ഡ്യാല പോർട്ടുമായി ചേർന്നുകൊണ്ട് 50ഓളം ഉത്തരവാദിത്ത ടൂറിസം യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് കുഞ്ഞി TKP, മനോഹരൻ K, ഭാസ്കരൻ K, രാജീവൻ AKV, ശശിധരൻ M തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. പോയൊരു കാലത്തിന്റെ തിരുശേഷിപ്പായിരുന്ന അട്ടിയും ഓർമ്മകളിലേക്ക് കാലിക്കടവിലുള്ള അട്ടിയാണ് പൊളിച്ചു നീക്കിയത്. കാർഷിക വൃത്തിക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു കാലത്തിന്റെ അടയാളമായിരുന്നു അട്ടികൾ. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കാലികളെ പിടിച്ചുകെട്ടുവാനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. വഴിതെറ്റിപ്പോകുന്ന കന്നുകാലികളെ പിടിച്ച് നാട്ടുകാരെങ്കിലും ഇവിടെ കൊണ്ടുവന്നേൽപ്പിക്കും. ഒരു നിശ്ചിത തുക കൊടുത്ത് ഉടമസ്ഥർ കാലികളെ കൊണ്ടുപോകും. ജീവന്റെ നിലനിൽപ്പായിരുന്ന കാർഷിക ജീവിതത്തിൽ നാം നടന്നു വന്ന വഴികളിലെ ബാക്കി വച്ച ഒരേടായിരുന്നു അട്ടികൾ. ആ കാലഘട്ടത്തിന്റെ അവസാന ഏടും മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഓർമ്മകളിൽ മാത്രം. ചരിത്രത്തിന്റെ നാഴികക്കല്ലുകളെ സംരക്ഷിക്കാൻ നമുക്കോ പുരാവസ്തു വകുപ്പിനോ യാതൊരു താല്പര്യവുമില്ലെന്നാണ് മറഞ്ഞ ഈ കെട്ടിടം സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. AKATA തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം തൃക്കരിപ്പൂർ ഫാമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് പുഷ്പ പതാക ഉയർത്തി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് പുഷ്പ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. സംസ്ഥാന കമ്മിറ്റി അംഗവും കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായ രാമചന്ദ്രൻ KV ഉദ്ഘാടനം നിർവഹിച്ചു. 2 സമ്മേളനങ്ങൾ നടത്തി തീർക്കാൻ ബാക്കിയുണ്ട്. ഒന്ന് കാസർഗോഡ്, ഒന്ന് അത് ആ പ്രദേശത്തുണ്ടാകുന്ന ചില ഉത്സവങ്ങളുടെ ഫലമായിട്ട് 2 സമ്മേളനങ്ങൾ മാറ്റിവെച്ചതാണ്. നല്ല ജനപങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതികളിൽ നമ്മുടെ ജില്ലയിൽ എല്ലാ സമ്മേളനങ്ങളും നടത്തി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായ K കുഞ്ഞമ്പു സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചു. ട്രഷറർ K കുഞ്ഞിക്കണ്ണൻ, ഇളമ്പച്ചി യൂണിറ്റ് അംഗം K രവീന്ദ്രൻ, K നളിനാക്ഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ ബീരിച്ചേരി മേൽപ്പാല നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭാരത സർക്കാർ നെഹ്റു യുവ കേന്ദ്ര കാസർഗോഡ്, യൂത്ത് വെൽഫെയർ സെന്റർ, തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ശസ്ത്രദിന സെമിനാർ തൃക്കരിപ്പൂരിൽ നടന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഭാരത സർക്കാർ നെഹ്റു യുവ കേന്ദ്രയും യൂത്ത് വെൽഫെയർ സെന്റർ, തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ ശാസ്ത്രദിന സെമിനാറിൽ പ്രദീപ് കൊടക്കാട് ക്ലാസ് എടുത്തു.
അവരെ ഏറ്റവും മാന്യമായ ജോലിയായിട്ടാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കണ്ടുപിടുത്തങ്ങൾ അസ്ത്രവേഗതയിൽ ആയിരിക്കും, ചിലപ്പോൾ അതിനേക്കാളും പ്രകാശവേഗതയിൽ എന്നൊക്കെ പറയുന്നത് ശാസ്ത്രജ്ഞ ആ രീതിയിലായിരിക്കും ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോവുക എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷൈബ പ്രോഗ്രാം വിശദീകരണം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. KV ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഷാഫി സാലിം ആമുഖപ്രസംഗം നടത്തി. KMC താജുദ്ദീൻ പടന്ന, ധന്യ KM, ശ്രീലക്ഷ്മി അശോക് തുടങ്ങിയവർ പ്രസംഗിച്ചു. അഗ്നിക്കിരയായ അന്നൂരിലെ ദയാ സെന്റർ ഉടമ TCV സജേഷ് കുമാറിന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സാമ്പത്തിക സഹായം നൽകി. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ സഹായം കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുപുഴ കല്ലങ്കോട് ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ തൽക്ഷണം മരിച്ചു. ആലക്കോട് മാറത്താനിയിലെ ഞാറ്റുതൊട്ടിയിൽ സോമൻ എന്ന ജോസഫ് ആണ് മരിച്ചത്. 10 കോടി രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ കുപ്പം എരിപുരം റോഡ് ഉദ്ഘാടനം ഏഴോം നരീക്കോട് നടന്നു. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തെയ്യങ്ങൾക്ക് മ്യൂസിയം ഒരുങ്ങുന്നു. ശിലാസ്ഥാപനം തുറമുഖ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ സ്നേഹ പലിയേരിയും സന്തോഷ് മണ്ടൂരും. കരിവെള്ളൂർ പാലക്കുന്നിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം. 10,000 രൂപയും മൊബൈൽ ഫോണും ലാപ്ടോപ്പും മോഷണം പോയി. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.